18 മോഡൽ സിംഗിൾ ഓണർ 84,000 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. ഫുള്ള് കമ്പനി സർവീസ്, പക്കാ ജെനുവിൻ. അതെ, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. 2018 ടൂ വീൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ സിംഗിൾ ഓണർ വണ്ടി. പിന്നെ വേണം ചെക്ക് ചെയ്യാ. ടൂ വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് നമുക്ക് ഒരുമിച്ച് പറയാം. 12 4x4 മാനുവൽ നമ്പർ ആയ വണ്ടി. 4x4 മാനുവൽ കേരള നമ്പർ ആയ വണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ നമ്പർ ആവും. ലോൺ കിട്ടുമോ? ഫോർച്യൂണർ 2015 മോഡൽ കിട്ടുമോ? ഡൽഹിയെ കിട്ടുമോ? അന്വേഷിക്കും. ഹലോ ഗൈസ്, മലയിൽ മീഡിയ ഒരു സർപ്രൈസ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയിൽ മീഡിയയിലെ ചരിത്രത്തില് ഇത്രത്തോളം ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണർ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. 50ഓളം ടയോട്ടയുടെ രാജാക്കന്മാരായിട്ടുള്ള ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇന്നോവേറ്റ് ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ടയോട്ടയുടെ വാഹനങ്ങൾ നോക്കുന്നവർ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഏത് കളർ വേണം, ഏത് വെഹിക്കിൾ വേണം, ഏത് വേരിയന്റ് വേണം, ഓട്ടോമാറ്റിക് വേണോ, മാനുവൽ വേണോ, വൈറ്റ് വേണോ, ബ്ലാക്ക് വേണോ, ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചൂസ് ചെയ്യാം. പെട്രോൾ ഡീസൽ ഉണ്ടോ ചോദിക്കരുത്, വെറും ഡീസൽ മാത്രമല്ല. ഇന്നോവ, ക്രിസ്റ്റി, ഫോർച്യൂണറൊക്കെ ആയിട്ട് 50ഓളം വാഹനങ്ങൾ ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. മാത്രമല്ല, നമ്മളെ വീഡിയോയിൽ 50 വാഹനങ്ങൾ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. മാത്രമല്ല, പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തോളി കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഫുൾ ഡീറ്റെയിൽസ് കാരണം പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സിദ്ദിഖാണ്. സിദ്ദിഖ്, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, 80% വണ്ടി സെയിലായിട്ടുണ്ട്. അതിലും ഇതേപോലെ തന്നെ ഒരു ഹ്യൂജ് കളക്ഷൻ ക്രിസ്റ്റകളായി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നമ്മള് കാളവൂട്ട് കണ്ടത്തിൽ നമ്മള് ക്രിസ്റ്റ ബൂട്ട്, അതായത് ഫോർച്യൂണർ ബൂട്ട് നമുക്ക് പറയാം. കാരണം അത്രയധികം ഏകദേശം 50ഓളം വാഹനങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇന്നോവ അല്ലെ. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. കോഴിക്കോട് നരിക്കുനി, കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ വാട്സ്ആപ്പ് നമ്പർ പുല്ലാളൂർ കാളകൂട്ട് മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ടുണ്ടാവും, ഒരുവിധം കാളകൂട്ട് പ്രേമികൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്പർ കാര്യങ്ങളൊക്കെ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ആ സർപ്രൈസ് റേറ്റുകൾ അങ്ങോട്ട് പൊട്ടിക്കാം. ഓക്കെ, കമോൺ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫോർച്യൂണർ ന്യൂ മോഡൽ വെഹിക്കിൾ, അതും വൈറ്റ് കളർ അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ, മോഡല് കാര്യങ്ങളൊക്കെ? 2018 സിംഗിൾ ഓണർ ടൂ വീൽ ഓട്ടോമാറ്റിക് 118 കിലോമീറ്റർ കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. പക്കാ സർവീസ്. 1,14,000 കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. എന്തെങ്കിലും വണ്ടിക്ക് നിലവിൽ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ. ടയർ എത്ര ശതമാനം ഉണ്ട്? 60-65% ടയർ വരുന്നുണ്ട്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ വേണം ചെക്ക് ചെയ്തോട്ടെ അല്ലെ. ടയോട്ടന്റെ ഷോറൂം കൊണ്ടുപോയിട്ടോ എങ്ങനെ കൊണ്ടുവരാം, ഷോറൂമിൽ കൊണ്ടുവരാം. പിന്നെ വർഷാപ്പിൽ വേറെ എവിടെ കയറ്റാം. കളിയൊന്നല്ല. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 114 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, ബോഡി ഭാഗങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. എങ്ങനെ വേണേലും ചെക്ക് ചെയ്ത് എടുത്തോട്ടെ അല്ലേ. ഓക്കെ, ടയോട്ടയിൽ കൊണ്ടുപോയിട്ടോ മെക്കാനിക്കിനെ കൊടുന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ടൂ വീൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് നമുക്ക് ഒരുമിച്ച് പറയാം. 3 കൂടി ഒരുമിച്ച് പറയാം. ഒരേ റേറ്റ് 23,400 കൊടുക്കാം. 23,400 അല്ലേ. ഈ 3 വണ്ടിക്കും സെയിം റേറ്റ്, സെയിം മോഡൽ, സെയിം റേറ്റ്. ഇപ്പൊ ലോ കിലോമീറ്റർ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ലോ കിലോമീറ്റർ വണ്ടി ഉണ്ട്. 80,000 കിലോമീറ്റർ വണ്ടി ഇതിലുണ്ട് കേട്ടോ. ഏത് കളർ വേണമെന്ന് തെരഞ്ഞെടുക്കാം. 2018 ടൂ വീൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ ഡിക്കി റീപ്ലേസ് ഉണ്ട്. ബാക്കി വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. കമ്പനി ഹിസ്റ്ററി ഇല്ലേ? കമ്പനി ഹിസ്റ്ററി ഡിക്കി റീപ്ലേസ് ചേഞ്ച് ചെയ്തതാണ്. ഇനിയിപ്പോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് സീൽ ബീഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ടയർ ഏകദേശം അത്യാവശ്യം നല്ല ടയർ വരുന്നുണ്ട് വണ്ടിക്ക്. ടൂ വീൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓണർ. കറക്റ്റ് എത്ര കിലോമീറ്റർ ഓടിയുള്ളത്? 1,24 അല്ലേ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. പിന്നെ ഫോർച്യൂണറിന്റെ കാര്യമില്ല, മെക്കാനിക് പരമായിട്ട് നമുക്ക് പേടിക്കാനില്ല. നിങ്ങൾ എങ്ങനെ വേണേലും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുത്തോളി. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പ്രൈസ് എത്രയാണ്? 23,400. എന്തെങ്കിലും കുറച്ച് കൊടുത്തോളി. 3 വണ്ടി ചെറിയ മാറ്റങ്ങൾ മാത്രമല്ല. ഇനി ലോൺ വേണമെന്ന് പറയുന്നവർക്ക് കേരളത്തിലേക്ക് നമ്പർ ആയതിനു ശേഷം നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് HR
26 ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ വണ്ടി സിംഗിൾ ഓണർ 2018 സിംഗിൾ ഓണർ വണ്ടി 18 മോഡൽ സിംഗിൾ ഓണർ 84,000 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. ഫുള്ള് കമ്പനി സർവീസ്. പക്ക ജെനുവിൻ. അതെ, ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഷോറൂം കിലോമീറ്റർ ഫോർച്യൂണർ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ 84,000 കിലോമീറ്റർ വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഫോർച്യൂണർ നമ്മൾ 90% വാഹനങ്ങളും 1,00,000 മുകളിൽ ഓടിയതാണ് കാണുക. പക്ഷെ ഇത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ഹിസ്റ്ററി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എങ്ങനെ വേണേലും ചെക്ക് ചെയ്തോളി അല്ലേ? ചെക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മ ഡൽഹി പോലെ തരിയുടെ ആ പരിപാടികളൊന്നുമില്ല, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ഡൽഹി പോകുന്നതും ഒരു ഫോർച്യൂണറോ ഈ ക്രിസ്റ്റൊക്കെ എടുക്കാൻ ഡൽഹി പോകുന്നതും നമ്മളെടുത്ത് വരുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബെനിഫിറ്റ് എന്താണ്? ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കുക വണ്ടി. എങ്ങനെ വേണമെങ്കിൽ നോക്കാം. കമ്പനി ടയോട്ടയെ കൊണ്ടുപോവാം, മെക്കാനിക്കിന് ഇവിടെ കൊണ്ടുവരാം, നിങ്ങളെ ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഡൽഹിയിലാകുമ്പോൾ അവരുടേതായ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള വർക്ക്ഷോപ്പിൽ അവർ കൊണ്ടുപോകാം. ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർ പറയാൻ നിൽക്കൂല. അവർ ചെറിയൊരു ഡീലിൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്ന് കംപ്ലൈന്റ് നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയൂല. പിന്നെ NOCക്ക് അവർ വേറെ പൈസ വാങ്ങും. ഫൈൻ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസ വാങ്ങും. ബ്രോക്കർ പൈസ വേറെ വാങ്ങും. NOC കിട്ടിയില്ല, സ്പീഡപ്പ് ആക്കാന്ന് വേറെ പൈസ വാങ്ങും. മൊത്തത്തിൽ വണ്ടി ഇവിടെ ആവുമ്പോൾ നിങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ട് വന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആളുകൾ കോഴിക്കോട്ടേക്ക് കൊണ്ട് വന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക്. ഇനിയിപ്പോ ലോണിന്റെ ആൾക്കാർക്ക് വേണമെങ്കിൽ കേരള നമ്പർ ആയതിനു ശേഷം ലോൺ ചെയ്ത് കൊടുക്കും. അതും ഡൽഹിയിൽ നിന്ന് നടക്കൂല. ഇവിടെ ഞങ്ങൾ അതിന്റെ സൗകര്യം ഡൽഹിയിൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ റെഡി ക്യാഷ് അവിടുന്ന് വണ്ടി കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഡൽഹിയിൽ പകുതി പൈസ ഇപ്പം കൊടുത്ത് ഡൽഹി NOC കിട്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പ്രശ്നമല്ല. നമ്മൾ എന്തിനാണ് നമ്മൾ എന്തും റെഡിയാണ്. സപ്പോർട്ട് നമ്മൾ ചെയ്യും. എക്സ്ചേഞ്ച് വേണമെങ്കിൽ അത് റെഡിയാണ്. എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. ഏത് വണ്ടി വേണമെങ്കിലും. ഏത് വണ്ടി നല്ല വണ്ടി ആയിട്ടോ. സർവീസ് ഉള്ള നമ്മൾ ഈ 45 വണ്ടി സർവീസ് ഉള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. സർവീസ് ഇല്ലാത്ത വണ്ടി എടുക്കലല്ല. ഇനിയിപ്പോ എക്സ്ചേഞ്ച് നല്ല വണ്ടിയാണെങ്കിൽ നമുക്ക് ആർക്ക് ഡെലിവറി കൊണ്ടു കൊടുക്കാം. ഡൽഹിയിൽ നമ്മളെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞങ്ങളെ കൂടെ ഡൽഹിയിൽ വരാം. അല്ല അവർ ഡൽഹിയിൽ പോയി നമ്മളെ പാർട്ടീസ് അവിടെ ഉണ്ട്, നമ്മളെ മുട്ടിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയൊരു കമ്മീഷൻ നോക്കിയാൽ മതി. എന്ത് സൗകര്യമാണ് അവർക്ക് വണ്ടി ഏത് രൂപത്തിൽ എടുക്കണം കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും, പ്രശ്നമല്ല. അപ്പൊ നമുക്ക് ഇനി ഒരു ഓൾഡ് ഷേപ്പ് ഫോർച്യൂണർ പരിചയപ്പെടാം അല്ലേ? ഇനി അതിന്റെ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൈറ്റ് കളർ, ഇത് മോഡൽ 2015 2 വീൽ ഓട്ടോമാറ്റിക് 1,12,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി, ഒരു റീപ്ലേസും ഇല്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഒരു റീപ്ലേസും ഇല്ല. 1,12,000 കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്ററിലൊന്നും യാതൊരു 15 എന്നൊക്കെ പറയുമ്പോ ഇത് കിലോമീറ്റർ. വണ്ടി ഇന്റീരിയർ നോക്ക്, മനസ്സിലാവുമല്ലോ. ഇന്റീരിയർ ഡാഷ്ബോർഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സീറ്റ് ആയാലും ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഉണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 65% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഈ ഒരു വൈറ്റ് കളർ വണ്ടിക്ക് നമ്മൾ എത്രയാണ്? 13,45 കൊടുക്കാം. 13,45,000 വിത്ത് NOC. അതെ, ഇതേ വണ്ടി 2016 ഉണ്ട്, നമുക്ക് 12,80 കൊടുക്കാം. എന്താ പ്രൈസിൽ കിലോമീറ്റർ കുറച്ച് അധികം ഓടിക്കുന്നത്. ക്വാളിറ്റിയോ? അത് ഏതോ റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്, അതിന് വേറെ ഒന്നുമില്ല. ക്വാളിറ്റിയിൽ ചെറിയൊരു ക്വാളിറ്റിയിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതല്ലട്ടോ പറഞ്ഞ വണ്ടി, ഈ വണ്ടിയാണ്. ഈ വൈറ്റ് ആണ് കേട്ടോ. 3456 എന്നുള്ള വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 2016 2 വീൽ ഓട്ടോമാറ്റിക്. ചെറിയ അലവിലൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടില്ല വണ്ടി. അപ്പൊ അടുത്തായിട്ട് നമുക്ക് 002 ഫോർച്യൂണർ വൈറ്റ് കളർ പരിചയപ്പെടാം. അതിന് ഡീറ്റെയിൽ എങ്ങനെ? 2016 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. 1,67 കിലോമീറ്റർ ഓടിയ നമ്മൾ ഈ ഒരു ഫോർച്യൂണർ എൻഡിങ്ങിലുള്ള ടൈമില് ലാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള വണ്ടി. ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് റീപ്ലേസ് 1,67 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യട്ടോ. ചെറിയ റൈറ്റില് 1,67 ഓടിയതിനെ കൊണ്ട് നമുക്ക് 12,60 നമുക്ക് കൊടുക്കാം. 12,60 അല്ലേ? 16 ഓട്ടോമാറ്റിക്കിന്റെ വിലയാണ് ചോദിക്കണേ. പെട്ടെന്ന് കസ്റ്റമർ ഈ ആഴ്ച വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ഒരു മൈലേജ് ഒരു 10 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 12 മൈലേജ് ലോങ്ങിൽ 12-12.5 കിട്ടും, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. അപ്പോ ലാസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട റേറ്റ് ആണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം നമ്മളെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ രീതിയിൽ വേണം. ഓക്കെ, ലോൺ വേണ്ടവർക്ക് നമ്പർ ആയതിനു ശേഷം നമുക്ക് HR വണ്ടി ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഇനി മാനുവല് തപ്പിയാലും തെരഞ്ഞാലും കിട്ടാത്ത റേറ്റാണ് ടയോട്ട ഫോർച്യൂണറിൽ മാനുവൽ മോഡൽ കൂടിയ വണ്ടി. ഓടിക്കാൻ ഏറ്റവും കംഫർട്ട് മാനുവലാണ്. മാനുവലിന് ഇഷ്ടപ്പെടുന്നവർക്ക് 2015 4x2 മാനുവല്. 2 വീൽ മാനുവൽ. 1,62,000 കിലോമീറ്റർ ഓടിയത്. ജെനുവിൻ ആണോ? കിലോമീറ്റർ ജെനുവിൻ ആണ്. റീപ്ലേസ് മേജർ ഒന്നുമില്ല അല്ലേ? പക്ക ജെനുവിൻ വണ്ടി. അതെ. വണ്ടി ഓണർഷിപ്പ് എത്രയാണ്?
ഓണർഷിപ്പ് ഫസ്റ്റ്, സിംഗിൾ ഓണർ, സെക്കൻഡ് കേട്ടോ, സെക്കൻഡ് ഓണർ അല്ലേ. വൈറ്റ് കളറാണ്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അലോയ് വീൽസ് നമ്മൾ ന്യൂ ഷേപ്പിന്റെ അലോയ് വീൽ. ഇന്നോവന്റെ പ്രൈസിന് ഫോർച്യൂണർ കൊടുക്കുക 1080 കൊടുക്കുക. 10,80,000 രൂപയ്ക്ക് 1080 കൊടുക്കുക. ഇത് കറക്റ്റ് 15 മോഡൽ 1080 അല്ലേ. മാനുവൽ ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. പക്ഷെ ഒരു ഇന്നോവ സ്വന്തമാക്കുന്നവർക്ക് സുഖമായിട്ട് സ്വന്തം ഒരു 7 സീറ്റ് 1080 ഫോർച്യൂണർ 2015 മോഡൽ കിട്ടുമോ, ഡൽഹിയെ കിട്ടുമോ അന്വേഷിച്ചു. ക്വാളിറ്റി ഉള്ള വണ്ടി, അടിച്ച് ടോട്ടൽ ലോസ് വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പൊ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നമുക്ക് എന്തെങ്കിലും റേറ്റ് കുറച്ച് കൊടുത്തൂടെ? ഇത് 1080. ഇത് ഇത്രയും റേറ്റ് കുറയ്ക്കാൻ കാരണം ഇത് കസ്റ്റമർ പെട്ടെന്ന് NOC എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റേറ്റ് കുറയ്ക്കുന്നത്. ഇത് നമ്മൾ ലാഭം അങ്ങനെ എടുക്കുന്നില്ല. ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ, അത് ലാസ്റ്റ് 1080 കിട്ടി നമുക്ക് കൊടുക്കാം. അതെ, ഇത് പെട്ടെന്ന് NOC എടുക്കേണ്ടി. ഇനി ലോൺ വേണ്ടവർക്ക് വേണമെങ്കിൽ ലോൺ പിന്നെ എടുക്കാൻ പ്രശ്നമില്ല, വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലെ. NOC എടുത്തു കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫോർച്യൂണർ വേണമെങ്കിൽ വരിക, ചെക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ലോ ബഡ്ജറ്റ് 2012 4x4 മാനുവൽ നമ്പർ ആയ വണ്ടി, 4x4 മാനുവൽ കേരള നമ്പർ ആയ വണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ നമ്പർ ആവും. ലോൺ കിട്ടുമോ? മാക്സിമം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം നമുക്ക്? ലോണിന്റെ കറക്റ്റ് ആയിട്ട് അറിയില്ല. ലോൺ കിട്ടേണ്ടവർക്ക് കിട്ടൂല. കാരണം ലോണിന് ആവശ്യക്കാർ വളരെ കൂടുതലാണ്. നമ്മൾ എങ്ങനെ വേണേലും ചെക്ക് ചെയ്തോളി, വരിക, ചെക്ക് ചെയ്യുക, ഡീലാക്കി എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. വണ്ടി ഓവറോൾ ലുക്ക് കുഴപ്പമൊന്നുമില്ല. ടയോട്ടയിൽ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് എടുക്കാം. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ, നെഗോഷ്യബിൾ ആണോ? ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ. ഓക്കെ, കേരള നമ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്പർ NOCന്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫോർച്യൂണർ എപ്പിസോഡ് ഇവിടെ വെച്ച് അതിൻ്റെ ആണ്. എന്താണ് നമ്മൾ ഓണർമാര്. അപ്പൊ എല്ലാവർക്കും നമ്മൾ നേരെ നമ്മളെ ലൊക്കേഷൻ വന്നോളി. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഇത് കോഴിക്കോട് നരിക്കുനി. ഓക്കെ, നരിക്കുനിയിൽ നമ്മളൊരു പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വന്നോളി, വരിക, ഡീലൊക്കെ കൊണ്ടുപോവുക. ചില വണ്ടികൾക്കൊക്കെ ഓവർ പ്രൈസ് ആണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്, മാത്രമല്ല കിലോമീറ്റർ കുറവുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ അല്ലേ. കറക്റ്റ് എങ്ങനെ ചെക്ക് ചെയ്ത് വേണമെങ്കിലും എടുത്തോളൂ. ചെക്ക് ചെയ്യുക, വർക്ക്ഷോപ്പ് കൊണ്ടുപോകാം, ടൊയോട്ടയെ കൊണ്ടുപോകാം, മെക്കാനിക്കൽ കൊണ്ടുപോകാം, എന്ത് വേണം ചെയ്യാൻ പ്രശ്നം. ഓക്കെ, ഇനി നമ്മൾ പ്രേക്ഷകർ ഇങ്ങോട്ട് വരുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റും ചെയ്തു കൊടുക്കണം. പിന്നെ പ്രൈസിന്റെ കാര്യത്തിൽ ഒരിക്കലും അവർ തെറ്റിപ്പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ച എപ്പിസോഡ് കിട്ടണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി. മാത്രമല്ല ഇതിന്റെ പാർട്ട് 2 വീഡിയോ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.